ഐഷ പോറ്റിക്ക് എവിടെയാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത്, എവിടെയാണ് അവസരങ്ങൾ ഇല്ലാതാക്കിയത്? ഇതാദ്യം ഐഷ പോറ്റി വ്യക്തമാക്കാൻ തയ്യാറാവണം. ഐഷ പോറ്റി എനിക്ക് തോന്നുന്നു 10 വർഷം മാത്രമാണ് അധികാരങ്ങളൊന്നുമില്ലാതെ ഒരു പാർട്ടി പ്രവർത്തക അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചത്. ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അലങ്കരിച്ചു. അതിനുശേഷം അവിടെ ഒരു ജെയിൻ കില്ലർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ആർ ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ മലർത്തിയടിച്ചുകൊണ്ട് 2006 ഏകദേശം 12,000 ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തുന്നു. വീണ്ടും 2006 ശേഷം വീണ്ടും 2011 വീണ്ടും ഐഷ പോറ്റി അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു. ഏകദേശം 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇവിടേക്ക് എത്തുന്നു. 2016 വീണ്ടും മത്സരിക്കുന്നു. 2016 വീണ്ടും മത്സരിച്ചതിന് ശേഷം ഏകദേശം 42,000 ചില്ലുവാനം പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് നിയമസഭാ സാമാജികത്വം സംബന്ധിച്ചുള്ള ഐഷ പോറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്. അതായത് ഏകദേശം 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും തുടർന്ന് ബാക്കിയുള്ള 15 വർഷക്കാലം ഈ CPM-ന്റെ MLA എന്നുള്ള നിലയിലും ഐഷ പോറ്റി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും അവസരം, ഏകദേശം 20 വർഷക്കാലം അധികാരത്തിൻ്റെ ശ്രേണിയിലിരിക്കാനുള്ള അവസരം ഐഷ പോറ്റിക്ക് നൽകിയ വേറെ ഏത് പാർട്ടിയാണുള്ളത്? ഐഷ പോറ്റിയോട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഏത് പാർട്ടിയാണ് വേറെ ഇങ്ങനെ ഒരു വനിതാ നേതാവിനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്?